ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വാട്സാപ്പിൽ വന്നതും വരാനിരിക്കുന്നതുമായിട്ടുള്ള ഇമ്പോർട്ടൻസ് 5 അപ്ഡേറ്റുകളാണ്. അപ്പോൾ ഇതുവരെ വാട്സാപ്പ് അപ്ഡേറ്റ് ചെയ്യാത്തവരും ബീറ്റ വേർഷൻ ഡൗൺലോഡ് ചെയ്യാത്തവരും ബീറ്റ വേർഷൻ ഡൗൺലോഡ് ചെയ്ത് ഇത്തരം അപ്ഡേറ്റുകൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ എന്തൊക്കെ അപ്ഡേറ്റുകളാണ് വന്നിട്ടുള്ളതെന്ന് ഒന്ന് മനസ്സിലാക്കാം. ഇതിലെ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റസ് അപ്ഡേറ്റഡ് ആണ്. അതായത് സ്റ്റാറ്റസ് അപ്ഡേറ്റഡ് ഇൻ ചാറ്റ് ലിസ്റ്റ്. നമുക്ക് സാധാരണ ഒരാളുടെ സ്റ്റാറ്റസ് കാണണമായിരുന്നെങ്കിൽ നമ്മളുടെ വാട്സപ്പിലെ സ്റ്റാറ്റസിൻ്റെ ടാബിൽ പോയാൽ മാത്രമേ നമുക്ക് വാട്സപ്പിലെ സ്റ്റാറ്റസ് നമുക്ക് കാണാമായിരുന്നുള്ളൂ. എങ്കിൽ ഇപ്പോൾ നമുക്ക് അത് ചാറ്റ് ലിസ്റ്റിൽ തന്നെ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഫൈലിൻ്റെ ചുറ്റും ഒരു റിങ്ങിൻ്റെ ഒരു അടയാളം അതിനകത്ത് പ്രത്യക്ഷപ്പെടും. അപ്പോൾ ആ റിങ്ങിൻ്റെ അടയാളം പ്രത്യക്ഷപ്പെട്ട് നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അയാൾ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫ്രണ്ട്സ്, ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുള്ളത് ബീറ്റ വേർഷൻ്റെ മാത്രമാണ്. അപ്പോൾ ബീറ്റ വേർഷൻ ഇല്ലാത്തവർ ബീറ്റ വേർഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ബീറ്റ വേർഷൻ ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ സ്റ്റാൻഡേർഡ് വാട്സപ്പിനകത്ത് കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അപ്ഡേറ്റും ഇതിനകത്തും സ്റ്റാൻഡേർഡ് വേർഷനകത്തും നമുക്ക് ലഭ്യമാകുന്നതാണ്. ഫ്രണ്ട്സ്, അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡിലീറ്റഡ് മെസ്സേജ് അൺഡു എന്നുള്ളൊരു ഫീച്ചറാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഗ്രൂപ്പുകളിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമ്മളത് ഡിലീറ്റ് ചെയ്യാറുണ്ട്. അതിനുശേഷം നമുക്ക് ഇപ്പോൾ ഒരു വീണ്ടും തോന്നുകയാണ്, വേണ്ട അത് ഡിലീറ്റ് ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നുവാണെങ്കിൽ ഇപ്പോൾ വാട്സപ്പിനകത്ത് അൺഡു എന്നുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ എനേബിൾ ആയിട്ടുണ്ട്. ഈ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത മെസ്സേജ് നമുക്ക് തിരിച്ചെടുക്കാവുന്നതാണ്. അത് ഒത്തിരി സമയങ്ങൾക്ക് ശേഷം നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. കുറച്ച് സെക്കൻഡുള്ളിലേക്ക് തന്നെയാണ് നമുക്ക് ആ മെസ്സേജ് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. ഫ്രണ്ട്സ്, അടുത്ത ഒരു മൂന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് വാട്സാപ്പ് സ്റ്റേബിൾ വേർഷൻ റിലീസ്ഡ് ഫോർ വിൻഡോസ്. ആദ്യം നമ്മൾ ബീറ്റ വേർഷനിലാണ് നമ്മൾ കമ്പ്യൂട്ടറെല്ലാം കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ വാട്സാപ്പിൻ്റെ വെബ് എന്നുള്ളൊരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ മൊബൈലുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരുന്നത്. എങ്കിൽ ഇപ്പോൾ നമുക്ക് വാട്സാപ്പിൻ്റെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പിൻ്റെ തന്നെ വിൻഡോസ് വേർഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ നമുക്ക് വാട്സാപ്പ് നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അപ്ഡേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഈ ഒരു അപ്ഡേഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, നാലാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് സെക്യൂരിറ്റിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റാണ്. പ്രൈവസിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റാണ്. അതായത് നമ്മളിപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ 2 ഫോണുണ്ട്. ഒരു ഫോണിൽ ഞാനിപ്പോൾ എൻ്റെ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ അതേ വാട്സപ്പ് തന്നെ അടുത്ത ഒരു ഫോണിൽ എനിക്ക് ഉപയോഗിക്കണമായിരുന്നെങ്കിൽ പഴയ ഒരു വാട്സാപ്പിൻ്റെ അപ്ഡേറ്റ് പ്രകാരം നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു മൊബൈലിലും നമ്മുടെ വാട്സപ്പ് നമുക്ക് ഉപയോഗിക്കാമായിരുന്നു. എങ്കിൽ ഇപ്പോൾ നമുക്ക് അങ്ങനെയല്ല. ഇപ്പോൾ അതിന് പുറമെ നമുക്കിപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക്, അതായത് ആദ്യത്തെ ഡിവൈസിലേക്ക് ഒരു പ്രീ അപ്രൂവൽ റിക്വസ്റ്റ് വരും. അത് അലൗ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമുക്ക് പുതിയൊരു ഡിവൈസിൽ നമുക്ക് വാട്സാപ്പ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. ഫ്രണ്ട്സ്, അഞ്ചാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റാണ്. അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മുടെ റീൽസിൽ ഇതിലെല്ലാം നമ്മൾ പ്രൊഫൈൽ പിക്ചർ കാർട്ടൂൺ, അതായത് അവതാറുകൾ ക്രിയേറ്റ് ചെയ്ത് ഇടാമായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ വാട്സാപ്പിലും ഇപ്പോൾ അവതാറുകൾ, അതായത് നമ്മുടെ തന്നെ മാച്ചായിട്ടുള്ള രൂപങ്ങൾ, അതുപോലെ അങ്ങനെയുള്ള അവതാറുകളെല്ലാം നമുക്കിപ്പോൾ വാട്സാപ്പിൽ പ്രൊഫൈൽ പിക്ചറായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ സ്വന്തം ഫോട്ടോ ഇടാനായിട്ട് താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനെയുള്ളൊരു ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, ഇത്രയൊക്കെയാണ് നമ്മുടെ വാട്സാപ്പിൽ ഇപ്പോൾ വന്നതും വരാനിരിക്കുന്നതുമായിട്ടുള്ള അപ്ഡേറ്റുകൾ. അപ്പോൾ മിക്ക അപ്ഡേറ്റുകളും ഇതിൽ ബീറ്റ വേർഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബീറ്റ വേർഷൻ ഇല്ലെങ്കിൽ ബീറ്റ വേർഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്തരം അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. വാട്സപ്പിൻ്റെ ബീറ്റ വേർഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യക്കാർക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ബീറ്റ വേർഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, വാട്സാപ്പ് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനായിട്ട് നമ്മുടെ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ.